Hi everyone, good morning. So welcome to a new session of the KS Ranker. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഓക്കെ, സോ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മൊഡ്യൂൾ 1ലെ ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിഫറെന്റ് പാർട്ടുകളായിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ആൻഷ്യൻ ടൈംസ് വി വിൽ ഗോ ടിൽ ദി ഇൻഡിപെൻഡൻസ് ടൈം. ഓക്കെ, അതുവരെയുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് അതിന്റെ ആർട്ട് ആൻഡ് കൾച്ചർ, ആർട്ട് ആൻഡ് കൾച്ചറും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ആൻഷ്യൻ, മെഡീവൽ, അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് പോകുന്നത്. അപ്പം ആർട്ട് ആൻഡ് കൾച്ചർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓർ IVC. ഓക്കെ, അതർവൈസ് നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. സോ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലെറ്റ്സ് ജസ്റ്റ് നോ ദ ഫേസസ് ഓഫ് ദി ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, സോ ഏതൊക്കെ ഫേസിലൂടെയാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി കടന്നു പോയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, സോ അതിനു മുമ്പ് പ്രീ ഹിസ്റ്റോറിക് ടൈംസ് ഉണ്ടായിരുന്നു. ഓക്കെ, പ്രീ ഹിസ്റ്റോറിക് ടൈംസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിക് നമ്മൾ ഒഴിവാക്കിയത് ടൈം കൺസ്ട്രെയിൻ കാരണമാണ്. അത്രത്തോളം ഒരു ഹൈ റീഡിങ് ഏരിയ അല്ല. ചിലപ്പോൾ ഒരു ചോദ്യമൊക്കെ വന്നേക്കാം. ഓക്കെ, ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ല. അതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ഒഴിവാക്കിയത്. നമ്മുടെ ഒരു റെക്കോർഡഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഓക്കെ, പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയാൻ കാരണം അത് റെക്കോർഡഡ് ഹിസ്റ്ററി ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ചില ആർക്കിയോളജിക്കൽ എവിഡൻസസ്, ബോൺസ്, ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയാണ് ഈ പ്രീ ഹിസ്റ്റോറിക് ടൈമിലേക്ക് വരുന്നത്. എന്നാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ നമുക്ക് കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ഹിസ്റ്ററീസ് അവൈലബിൾ ആണ്. അപ്പം ആ ഒരു ഹിസ്റ്ററി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ, സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടൈം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രീ ഹിസ്റ്റോറിക് ടൈമിന്റെ റെക്കോർഡഡ് ക്ലാസ് സെഷൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ ഫസ്റ്റ് അർബൻ സെറ്റിൽമെന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മഹാജനപദ യുഗത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു ഫേസിന് നമുക്ക് മഹാജനപദ യുഗം എന്ന് പറയാം. ഓക്കെ, മഹാജനപദ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഓക്കെ, സോ മഹാജനപദാസ് മുതൽ പിന്നീട് ഗുപ്ത ടൈം വരെയുള്ള എൻറ്റയർ പീരീഡിനെയാണ് ഞാൻ ഈ ഒരു ഇമേജ് കൊണ്ട് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ജനപദാസ് വരുന്നുണ്ട്, അതിൽ നിന്ന് മഹാജനപദാസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മൗര്യ, അതിലെ മഗധ എന്ന് പറയുന്ന ഒരു ജനപദ മാത്രം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മഹാജനപദയായിട്ട് എമർജ് ചെയ്യുന്നു. അങ്ങനെ ആ മഗധയില് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കിങ്ഡം, ഒരു രാഷ്ട്രം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതാണ് മൗര്യ കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ മൗര്യാസിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഗുപ്ത കാലഘട്ടം എമർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പിന്നീട് ഗുപ്ത കാലഘട്ടം എമർജ് ചെയ്യുന്നുണ്ട്. ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം നമ്മുടെ ഒരു ഹിസ്റ്ററിയുടെ ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെ ഗുപ്ത കാലഘട്ടം എമർജ് ചെയ്യുന്നു. അപ്പം ഇതേ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയൻസിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ബുദ്ധിസം, ഓക്കെ, ബുദ്ധിസം, അതുപോലെ തന്നെ ജൈനിസം, ഓക്കെ, ഇങ്ങനെയുള്ള ഹെറ്ററോഡോക്സ് ആയിട്ടുള്ള, ഓക്കെ, നമ്മുടെ ഓർത്തഡോക്സ് സ്കൂളിന് ബദലായിക്കൊണ്ട് പല ഹെറ്ററോഡോക്സ് സ്കൂളുകൾ എമേർജ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു ആ ഒരു ആൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിഡീവൽ ടൈമിലേക്ക് വരുന്നുണ്ട്. മിഡീവൽ ടൈമിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു കൾച്ചറൽ സിന്തസിസ് നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, ഒരു കൾച്ചറൽ സിന്തസിസ്. കാരണം ഈ പറയുന്ന മിഡീവൽ ഫേസ് എന്ന് പറയുന്നത് ഇൻവേഷന്റെ പീരീഡ് ആണ്. ഇന്ത്യ വാസ് ഇൻവേഡഡ്. ഓക്കെ, സോ ഈ ഒരു ഇൻവേഷന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡീവൽ ടൈമിലേക്ക് ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് വന്നിട്ടുള്ള ഇൻവേഡേഴ്സ് ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റിൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പ്ലണ്ടേഴ്സ് ആവുന്നില്ല, അവർ കൊള്ളയടിച്ചിട്ട് ഇന്ത്യയുടെ സമ്പത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല. അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് കൊള്ളയടിച്ചുള്ള സാധനങ്ങൾക്ക് ഇവിടെ നമുക്ക് വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിന് എക്സെപ്ഷൻ ആയിട്ടുള്ള ചില ആളുകളുണ്ട്. മഹ്മൂദ് ഗസ്നി വരുന്നുണ്ട്. ഓക്കെ, മഹ്മൂദ് ഗസ്നിയെ പോലെയുള്ള ആളുകളൊക്കെ ഇതിന് എക്സെപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഗോറി വരുന്നുണ്ട്. ഇതൊക്കെ എക്സെപ്ഷണൽ കേസസ് ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയെ പ്ലണ്ടർ ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബട്ട് അതല്ലാതെ നമ്മൾ മേജർ ആയിട്ട് നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ റൂളേഴ്സും ഇവിടെ സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് മുതൽ മുഗൾ റൂൾ വരെയുള്ള ഒരു പീരീഡ് ആണ്. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റ്സ് മുതൽ
മുഗൾ റൂൾ വരെയുള്ള ഒരു പീരീഡാണ് പിന്നീട് ഇന്ത്യ എന്ത് ചെയ്യുന്നത് മേജറായിട്ട് വിറ്റ്നസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം പിന്നീട് വരുന്ന ഒരു നെക്സ്റ്റ് പീരീഡാണ്, നെക്സ്റ്റ് ഇൻവേഷൻ പീരീഡ് തന്നെയാണ്. ഓക്കെ, വീണ്ടും ഇൻവേഷൻ തന്നെയാണ്. അതാണ് കോളനൈസേഷൻ. ഓക്കെ, കൊളോണിയലിസം ഓർ കോളനൈസേഷൻ. എന്നാൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഇൻവേഷനും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വെർ പ്ലണ്ടേഴ്സ്. അവർ നമ്മളെ കൊള്ളയടിക്കുക തന്നെയായിരുന്നു ചെയ്തത്. ലിറ്ററലി ദേ ലൂട്ടഡ് അസ്. ഓക്കെ, അതാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്നൊക്കെ പറയുന്നത്. നമ്മളൊക്കെ പഠിക്കും കേട്ടോ. ജസ്റ്റ് ഇപ്പൊ ആ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഫ്ലോ പറഞ്ഞു പോകുന്നത് മാത്രം. ഡ്രെയിൻ ഓഫ് വെൽത്ത് ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ നമ്മളെ കോളനി ആക്കി വെച്ചിട്ടുള്ള കൊളോണിയൽ പവേഴ്സ്, അത് ആരൊക്കെ വരുന്നുണ്ട്, ബ്രിട്ടീഷേഴ്സ് വരുന്നുണ്ട്, ഫ്രഞ്ച് വരുന്നുണ്ട്, പോർച്ചുഗീസ് വരുന്നുണ്ട്, ഡച്ച് വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കൊളോണിയൽ പവേഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് നമ്മുടെ സമ്പത്തിനെ വിദേശ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സോ ഇന്ത്യ വാസ് ട്രെയിൻഡ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഓഫ് ടൈം. അതുവരെ ഗ്ലോബൽ മാപ്പിൽ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിയിൽ ഒരു സിഗ്നിഫിക്കന്റ് പ്ലേസ് ഉണ്ടായിരുന്ന ഇന്ത്യ അതോട് കൂടിയിട്ട് താഴത്തേക്ക് പോവുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 24% ഓഫ് ദ ഗ്ലോബൽ GDP ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം പിന്നീട് 1% താഴെ എന്നുള്ള രൂപത്തിലേക്ക് അത് പതിച്ചു പോകുന്നുണ്ട്. അത്രത്തോളം ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടൈം പീരീഡിൽ ലൂട്ടഡ് ആയിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയുടെ ഒരു ചെറുതാണെങ്കിൽ പോലും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്ന ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു പീരീഡ് ആണ് ഇന്ത്യയുടെ പ്രീ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന പീരീഡ്. ഓക്കെ, പ്രീ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ കാലഘട്ടം. പക്ഷേ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് ടേമോയിൽസ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ പാക് പാർട്ടീഷൻ ഉണ്ടാകുന്നുണ്ട്, ദെൻ റെഫ്യൂജി മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഡിഫറെന്റ് ടൈം പീരീഡിൽ ഡിഫറെന്റ് വാറുകൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഇൻ ടോട്ടലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പൊളിറ്റിക്കലി അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കലി ഒക്കെ നമ്മൾ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം. ദെൻ അത് കഴിഞ്ഞ് 1990 ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു റീഫോമോട് കൂടിയിട്ട് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് പിന്നീട് ഒരു കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷന് വിധേയമാവുകയാണ്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതോട് കൂടിയിട്ട് ടെക്നോളജിയാണ് പിന്നീട് ഇന്ത്യൻ സൊസൈറ്റിയെ നയിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഗതി മാറ്റുന്ന ഒരു പ്രധാന ശക്തിയായിട്ട് പിന്നീട് വരുന്നത് ടെക്നോളജിയാണ്. Okay, so now we are living in the world of technology. So this is the present and this is the future. So ഇതാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഹിസ്റ്ററി ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി എന്നുള്ള ഡിഫറെന്റ് കാറ്റഗറിയിലായിക്കൊണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു പ്രീ ഹിസ്റ്റോറിക് ടൈം എന്ന് പറയുന്നത് അതൊരു അഗ്രികൾച്ചറൽ സൊസൈറ്റി ആയിരുന്നു. അവിടെ കൃത്യമായിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരുന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ തന്നെ, അതായത് പാലിയോലിത്തിക് ഏജ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മിസോലിത്തിക് വരുന്നുണ്ട്, നിയോലിത്തിക് വരുന്നുണ്ട്, ഇതേ ഒരു ടൈം പീരീഡ് തന്നെ പാരലായിട്ട് ചാൽക്കോലിത്തിക് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പീരീഡുകൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. സോ പ്രീ ഹിസ്റ്റോറിക് ടൈം പീരീഡ് മുതൽ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരുന്നു. അതായത് സ്ത്രീയും പുരുഷനും രണ്ട് ജനറിൽപ്പെട്ട ആളുകൾ ചെയ്യേണ്ട ജോലികൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു പ്രീ ഹിസ്റ്റോറിക് ടൈം പീരീഡിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ചുവർ ചിത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വുമൺ എന്ന് പറയുന്നത് മോസ്റ്റ്ലി എംപ്ലോയിഡ് ഇൻ ഹൗസ് ഹോൾഡ് ചോർ. ഓക്കെ, ഹൗസ് ഹോൾഡ് ചോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് വർക്കുകളിലായിരുന്നു അല്ലെങ്കിൽ ഗൃഹകാര്യങ്ങളെ മാനേജ് ചെയ്യുന്നതിലായിരുന്നു വുമൻസിനെ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ മെൻ, ആണുങ്ങളെ ഡെപ്പിക്ട് ചെയ്തിട്ടുള്ളതോ ദേ വർ ഹണ്ടിങ്. ഓക്കെ, ദേ വർ ഹണ്ടിങ്. അവരായിരുന്നു ഈ പറയുന്ന ഹണ്ടിങ് പോലുള്ള മസ്കുലൈൻ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദേ വർ ഡിവിഷൻ ഓഫ് ലേബർ. ഓക്കെ, ദെൻ ഒരു മീസോലിത്തിക് നിയോലിത്തിക് പീരീഡ് ഒക്കെ ആവുന്നതോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റി ആയിട്ട് മാറുന്നുണ്ട്, ഒരു അഗ്രേറിയൻ സൊസൈറ്റി ആയിട്ട് മാറുന്നുണ്ട്, സെറ്റിൽഡ് ലൈഫ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആ സെറ്റിൽഡ് ലൈഫിന്റെ ഒരു അർബനൈസ്ഡ് ഫോം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡസ് വാലി സിവിലൈസേഷനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും, ഏറ്റവും നല്ല ഫലഭൂഷ്ടമായ മണ്ണ് കാണപ്പെടുന്നത് നദീതടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് എല്ലാം രൂപം കൊള്ളുന്നതും നദീതടങ്ങളിൽ തന്നെയാണ്. ഏത് സെറ്റിൽമെന്റ് എടുത്താലും അതിന്റെ സൈഡിലൂടെ ഒരു നദി ഒഴുകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിവിലൈസേഷനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഇൻഡസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന 3 നദികളാണ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിലെ നമ്മുടെ
വെസ്റ്റേൺ സൈഡിൽ നിൽക്കുന്ന ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ഉൾപ്പെടുന്ന ഇൻഡസ് വാലി അല്ലെങ്കിൽ ഇൻഡസ് നദി തടങ്ങളിലായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ത് ചെയ്യുന്നത് രൂപം കൊള്ളുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അഗ്രികൾച്ചറൽ ടു അർബനൈസേഷൻ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയായിരുന്നു. അപ്പൊ ഈ അഗ്രികൾച്ചറൽ സൊസൈറ്റിനെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങൾ വേണം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവർ ആദ്യ കാലങ്ങളിൽ നദീതടങ്ങൾ എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇവിടെ അർബനൈസേഷൻ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നഗരവൽക്കരണം അല്ലെങ്കിൽ അർബനൈസേഷൻ നടക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എമർജൻസ് ഓഫ് ദ ക്ലാസ്, ഒരു ക്ലാസ് ഡിവിഷന്റെ എമർജൻസ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇവ തന്നെ നമുക്കറിയാം നമ്മൾ കാസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ക്ലാസ്സിന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ട്, പുവർ ഉണ്ട്, ദെൻ ലൈക്ക് ലോവർ മിഡിൽ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്, ദെൻ ലൈക്ക് റിച്ച്. ഇങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മാരേജ് അലയൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് അപ്പർ മിഡിൽ ക്ലാസ് ടു അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ടു ലോവർ മിഡിൽ ക്ലാസ്, റിച്ച് ടു റിച്ച്, അല്ലെ? സോ പണ്ട് കാസ്റ്റ് എങ്ങനെയായിരുന്നു നമ്മുടെ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഇത്തരത്തിലുള്ള സാമൂഹിക വ്യവഹാരങ്ങളെ നിയന്ത്രിച്ചിരുന്നത്, അതുപോലെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സാമൂഹിക വ്യവഹാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അല്ലെ, മാരേജ് അലയൻസ് ഒക്കെ ഇപ്പൊ ഈ ഒരു രൂപത്തിലാണ്. ഈവൻ നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ് പോലും എന്താണ്, ആ ഒരു സെയിം ക്ലാസ്സിലുള്ള ആളുകൾ തമ്മിലാണ്. ഓക്കെ, റിച്ച് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ക്ലബ്ബുകൾ, പബ് ഇതൊക്കെ ഉണ്ടായിരിക്കും. സോ ദേ വിൽ ബി ഇന്ററാക്ടിങ് വിത്ത് റിച്ച് പീപ്പിൾ ഓൺലി. അപ്പം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം. പണ്ട് അത് ലേബറിന്റെ അല്ലെങ്കിൽ ജോലിയുടെ അടിസ്ഥാനത്തിൽ വർണ്ണ സിസ്റ്റം എമേർജ് ചെയ്തു വന്നു. പിന്നീട് അത് ബർത്തിന്റെ പേരിലേക്ക് ജാതി സിസ്റ്റമായിട്ട് മാറി. ഇപ്പൊ എന്ത് ചെയ്തു, സമ്പത്തിന്റെ പേരിൽ അത് ക്ലാസ് സിസ്റ്റമായിട്ട് മാറി. ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ നമ്മുടെ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത് ഈ ക്ലാസ് ഒരു അർബൻ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഡിവിഷൻ ആയിരുന്നു അവിടെ കൂടുതലായിട്ട് നിലനിന്നിരുന്നത്. പിന്നീട് വരുന്നതാണ് വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് മോസ്റ്റ് ഓഫ് ദ ഹിന്ദു സ്ക്രിപ്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, കമ്പൈൽ ചെയ്യുന്നത് അല്ലെങ്കിൽ രചിക്കപ്പെടുന്നത്. ഓക്കെ, അതിന്റെ ഒരു കംപ്ലീറ്റ് കമ്പൈലേഷൻ എന്ന് പറയുന്നത് പിന്നീട് മൗര്യ ഗുപ്ത കാലഘട്ടത്തിലൊക്കെയാണ് നടക്കുന്നത്. എങ്കിലും ആൻഷ്യന്റ് ആയിട്ടുള്ള ഋഗ്വേദ പോലെയുള്ള വേദിക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ രചിക്കപ്പെട്ടു അല്ലെങ്കിൽ എഴുതപ്പെട്ടു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് വേദിക് പീരീഡ് ആണ്. ഈ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് ഇവിടെയുള്ള ഈ അർബനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാവുകയും വീണ്ടും ഒരു അഗ്രേറിയൻ സൊസൈറ്റി രൂപം കൊള്ളുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ പ്രധാനമാകുന്നത് ലാൻഡ്, അതുപോലെ തന്നെ ആനിമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽസ്. സോ ഇത് രണ്ടുമാണ് പിന്നീട് സമ്പത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കാസ്റ്റ് സിസ്റ്റം എമേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം എമേർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റാറ്റസ് ഓഫ് ദ വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് വേദിക് പീരീഡിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഹിന്ദു റിലീജിയൻ ഡൊമിനേറ്റ് ആവുന്ന അല്ലെങ്കിൽ ഹിന്ദു റിലീജിയൻ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നത് ഇതിന് ശേഷമാണ്. ദെൻ പിന്നീട് വരുന്ന കാലഘട്ടമാണ് മൗര്യ ആൻഡ് ഗുപ്ത എന്ന് പറയുന്നത്. ഓക്കെ, സോ മൗര്യ ഡൈനസ്റ്റി വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജനപദ എന്താന്നുള്ളത് പഠിക്കണം. ഓക്കെ, ജനപദ, ജനങ്ങൾ കാലുവെച്ച സ്ഥലം, അതിനാണ് ജനപദ എന്നൊക്കെ പറയുന്നത്, നമ്മൾ പഠിക്കും. അങ്ങനെ ഒരുപാട് ജനപദാസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടി ഒരുമിച്ചിരുന്ന് താമസിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ. അപ്പം ഇതിലെ ചില പ്രദേശങ്ങൾ കൂടുതൽ വലുതായി കൂടുതൽ സ്ട്രോങ് ആയപ്പം അവർ നിയർ ബൈ ഏരിയകളെ കൂടി ആക്രമിച്ച് കീഴടക്കിയിട്ട് കൂടുതൽ വലുതായി. ഇങ്ങനെ വലുതായ പ്രദേശങ്ങൾ വീണ്ടും അടുത്ത പ്രദേശങ്ങളെ ആക്രമിച്ച് കീഴടക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തുണ്ടായിരുന്ന ഈ പ്രദേശങ്ങൾ എന്ത് ചെയ്തു, നിയർ ബൈ ഏരിയസിനെ പിടിച്ചടക്കി. അങ്ങനെ ഇവരും വലുതായി. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞതോട് കൂടിയിട്ട് ഇത് ഫോർ എക്സാമ്പിൾ എ, ഇത് ഫോർ എക്സാമ്പിൾ ബി, ഇങ്ങനെ എന്ത് ചെയ്തു, ഡിഫറെന്റ് ആയിട്ടുള്ള മഹാജനപദാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ജനപദാസ് മുഴുവൻ പരസ്പരം ആക്രമിച്ച് കീഴടക്കി മഹാജനപദാസ്, അതിലെ ഏറ്റവും ശക്തിയുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ജനപദം എന്ത് ചെയ്തു, ഓരോ പ്രദേശങ്ങളെ കീഴടക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തു, ആ ഒരു കാലഘട്ടം പിന്നീട് വളരുകയാണ്. ഇത്തരത്തിൽ എമേർജ് ചെയ്ത ഏറ്റവും ശക്തിയുള്ള അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു മഹാജനപദയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ മഗധ എന്ന് പറയുന്നത്. ഓക്കെ, മഗധ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കൂടാതെ ലൈക്ക് കോശാല, വാജി, ഇങ്ങനെ ഒരുപാട് മഹാജനപദാസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്തരത്തിൽ ഒരുപാട് മഹാജനപദാസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മഗധയായിരുന്നു. മഗധയുടെ റൈസിലേക്ക് ലീഡ് ചെയ്ത കാരണങ്ങൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഈ മഗധയിലുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ നന്ദ ഡൈനസ്റ്റി, ഇതിലെ ധനനന്ദയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിന്നീട് മൗര്യ ഡൈനസ്റ്റി എമേർജ് ചെയ്യുകയാണ്. ചന്ദ്രഗുപ്ത മൗര്യ വരുന്നുണ്ട്. ആ മൗര്യ ഡൈനസ്റ്റിയിലേക്ക് പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവാണ് അശോക ചക്രവർത്തി എന്ന് പറയുന്നത്. ഓക്കെ, അശോക ചക്രവർത്തി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് മൗര്യ ഡൈനസ്റ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ തന്നെ ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന ഗുപ്ത ഏജ് വരുന്നുണ്ട്. ഓക്കെ, സോ
ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സമുദ്രഗുപ്തയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ സമുദ്രഗുപ്തയെ പോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് റൂളേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗുപ്ത ഡൈനസ്റ്റിയെ പിന്നീട് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഏരിയ കോൺക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൗര്യ ഡൈനസ്റ്റിക്ക് ശേഷം പിന്നീട് ഒരു വലിയ ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗുപ്ത ഡൈനസ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ സമുദ്രഗുപ്തനെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് ഇന്ത്യൻ നെപ്പോളിയൻ എന്നാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നാണ് വിശേഷിപ്പിക്കാറ്. കാരണം അദ്ദേഹം അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്വയർ ചെയ്തിട്ടുണ്ട്, വിവിധ പ്രദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ച് അടക്കി തന്റെ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ഇവിടെ ഹിന്ദു റിലീജിയൻ എമേർജ് ചെയ്തു വേദിക് പീരീഡിലേക്ക്. അങ്ങനെ അതിനുശേഷം കാസ്റ്റ് സിസ്റ്റം സ്ട്രോങ് ആയി. അതോട് കൂടിയിട്ട് ബ്രാഹ്മൺ എന്ന് പറയുന്ന അപ്പർ കാസ്റ്റ് എന്ത് ചെയ്തു, നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് മാറി. അവർക്ക് എന്ത് ചെയ്തു, ഓവർ ദ ടൈം ഡിഫറെന്റ് രൂപത്തിലുള്ള ലാൻഡ് ഗ്രാൻഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ബ്രഹ്മദേയ, ഓക്കെ, അതുപോലെ ലൈക്ക് ദേവസ എന്നുള്ള പേരിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഗ്രാൻഡുകൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ബ്രാഹ്മൺ വിഭാഗങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രാജാക്കന്മാരെ നൽകി. അങ്ങനെ ഇവരുടെ അടുത്ത് ലാൻഡ് അക്യുമുലേഷൻ വന്നു. ഇവരൊരു ലാൻഡ് ഹോൾഡിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂഡലിസത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഫ്യൂഡലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ലോഡിസം എന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു ഫ്യൂഡൽ ആയിട്ടുള്ള ലാൻഡ് മുഴുവൻ അക്വയർ ചെയ്ത് നിൽക്കുന്ന ഒരു ജന്മി ഉണ്ടായിരിക്കും, അതിന് കീഴിൽ പണിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു കമ്മ്യൂണിറ്റിക്കാരുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതേ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഹിന്ദു റിലീജിയൻ ഒക്കെ ബദലായിക്കൊണ്ട് ബുദ്ധിസം അതുപോലെ തന്നെ ജൈനിസം പോലുള്ള റിലീജിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എമേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു മേജർ ചേഞ്ച് ഇന്ത്യൻ സൊസൈറ്റിയിൽ സംഭവിക്കുന്നത് അറൈവൽ ഓഫ് ദ ഇസ്ലാം. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിലോട് കൂടിയിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിലീജിയസ് അതുപോലെ തന്നെ കൾച്ചറൽ സിൻക്രറ്റിസം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. എസ്പെഷ്യലി അതിന്റെ വിസിബിൾ ആയിട്ടുള്ള ചില ചേഞ്ചസ് ഇന്നും നമ്മുടെ ആർക്കിടെക്ചറൽ രൂപങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ മുഗൾ കാലഘട്ടങ്ങളിലും അതിനു മുമ്പുണ്ടായിരുന്ന പല ഡൽഹി സുൽത്താനേറ്റിന്റെ ആർക്കിടെക്ചറിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ആർക്കിടെക്ചറിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡിജിനസ് സ്റ്റൈലിനെയും അതുപോലെ തന്നെ പേർഷ്യൻ, ഇറാനിയൻ, ഓക്കെ, അതുപോലെ തന്നെ മംഗോളിയൻ ഇതുപോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലുകൾ പരസ്പരം നമ്മൾ മിക്സ് ചെയ്യുന്നു. ഒരു കൾച്ചറൽ സിൻക്രറ്റിസം അവിടെ രൂപം കൊള്ളുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതേ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്തി സൂഫി മൂവ്മെന്റുകൾ, അതായത് 7th സെഞ്ചുറി മുതൽ തന്നെ ഒരു ഭക്തി സൂഫി മൂവ്മെന്റുകൾ ആരംഭിക്കുന്നത് നമുക്ക് കാണാം. അത് പിന്നീട് ഒരു 14th സെഞ്ചുറിക്ക് ആകുമ്പോൾ വളരെയധികം സ്ട്രോങ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ മലയാളം ലിറ്ററേച്ചർ ഒക്കെ എടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, ഒരു 14th സെഞ്ചുറിക്ക് ആകുന്ന സമയത്ത് മലയാളത്തില് രാമചരിതം എന്ന് പറയുന്ന കൃതി രചിക്കപ്പെടുന്നുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ഭക്തി കാവ്യമായിട്ട് കരുതപ്പെടുന്ന ഒരു കൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാലഘട്ടം ആയതോട് കൂടിയിട്ട് ഭക്തി അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ലിറ്ററേച്ചർ, സോങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നുണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊളോണിയൽ റൂള് വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഓവർ ദ ടൈം കാസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റാറ്റസ് ഓഫ് ദ വുമൻ ഡിക്ലൈൻ ചെയ്തു. അങ്ങനെ കൊളോണിയൽ പീരീഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് സതി ഉണ്ടായിരുന്നു, ചൈൽഡ് മാരേജുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, വിഡോ റീമാരേജ് അലൗഡ് ആയിരുന്നില്ല, സംബന്ധം പോലുള്ള സിസ്റ്റംസ് ഉണ്ടായിരുന്നു, മരുമക്കത്തായ സിസ്റ്റം ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സാമൂഹിക അനാചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാൾ വന്നതോട് കൂടിയിട്ട് ഇപ്പം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. ബട്ട് പുറത്തു നിന്നുള്ള ഒരാൾ വന്ന് അയാളുടെ പെർസ്പെക്റ്റീവിലൂടെ, അയാൾ നമുക്ക് നൽകിയ മോഡേൺ എഡ്യൂക്കേഷനിലൂടെ, അയാൾ നമുക്ക് നൽകിയ വെസ്റ്റേൺ തോട്ട്സിലൂടെ, അയാൾ നമുക്ക് നൽകിയ ലിബറൽ തോട്ട്സിലൂടെ, അതിലൂടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സൊസൈറ്റിയെ തന്നെ വീണ്ടും നോക്കി കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി വി നീഡ് സോഷ്യൽ റീഫോം. അങ്ങനെ വീണ്ടും നമ്മുടെ സൊസൈറ്റി ഒരു ചേഞ്ചസിലേക്ക് കടക്കുകയാണ്. അതിന് നമ്മളെ സഹായിച്ചതാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ നാഷണലിസം എമേർജ് ചെയ്യുന്നു. ആദ്യമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറിയുടെ ഉള്ളിലുള്ള ആളുകളുടെ ഇടയിൽ എമേർജ് ചെയ്യുന്നതും ഈ ഒരു പീരീഡിൽ തന്നെയാണ്. പിന്നീട് വരുന്ന ഒരു കാലഘട്ടമാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലേക്ക് വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇക്വാലിറ്റി, ഒരു പൊളിറ്റിക്കൽ ഇക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരികയാണ്. ആർട്ടിക്കിൾ 14 വരുന്നുണ്ട്, ആർട്ടിക്കിൾ 15 വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇക്വാലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള അഫർമേറ്റീവ് ആക്ഷൻസ് എടുക്കുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് റിസർവേഷൻ, ഇത്തരത്തിലുള്ള റിസർവേഷൻ പോലുള്ള ഡിഫറെന്റ് അഫർമേറ്റീവ് ആക്ഷൻസ് സ്റ്റേറ്റുകൾ എടുക്കുന്നുണ്ട്.
ഇനി അതേപോലെ തന്നെ സമ്പത്ത് ഡിവൈഡ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് റീഫോംസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ നടക്കുന്ന മേജർ ആയിട്ടുള്ള റീഫോംസ്. ഇനി അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ നമുക്ക് സെൽഫ് സഫീഷ്യൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ റവല്യൂഷൻ വരുന്നുണ്ട്, മിൽക്ക് റവല്യൂഷൻ അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ ബ്ലൂ റവല്യൂഷൻ വരുന്നുണ്ട്, ഗോൾഡൻ റവല്യൂഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള റവല്യൂഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വീണ്ടും ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മൾട്ടി പർപ്പസ് പ്രൊജക്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. 5-year പ്ലാനുകൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നത്. ദെൻ ഫൈനലായിട്ട് ഗ്ലോബലൈസേഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ നയിക്കുന്നത് ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ സൊസൈറ്റി ആരംഭിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ, അല്ലെ, ഡിവിഷൻ ഓഫ് ലേബർ ഞാൻ പറഞ്ഞു, ആണിനും പെണ്ണിനും ഡിഫറെന്റ് ആയിട്ടുള്ള ജോലി. ഇപ്പം അതിന്റെ റിവേഴ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ചേഞ്ചിങ് ജെൻഡർ റോൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ജോലി എന്നൊന്നും ഇല്ല, എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരു സോഷ്യൽ ഇക്വാലിറ്റി, ഇത്തരത്തിലുള്ള ജെൻഡർ ഡിവൈഡിനൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ആ ഒരു പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ നമ്മുടെ സൊസൈറ്റിയിൽ രൂപം കൊണ്ട ഒരു സാധനത്തിനെ ഇത്രയും സെഞ്ചുറി, ഇത്രയും കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നത്, റീതിങ്കിങ് നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ചേഞ്ചസ് ഓവർ ദ ടൈം. ഇന്നത്തെ നമ്മുടെ ശരി എന്ന് പറയുന്നത് നാളെ തെറ്റായിരിക്കാം. ഓക്കെ, അങ്ങനെ ഓവർ ദ ടൈം ഇറ്റ് വിൽ അണ്ടർഗോ ദ ചേഞ്ചസ്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമുക്ക് റീസെന്റ് തന്നെ നമുക്കറിയാം, കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കേരള പാഠാവലിയിൽ ഒരു ചിത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പുരുഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ത്രീയെ അടുക്കളയിൽ സഹായിക്കുന്ന ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നാഷണൽ ലെവലിൽ ഒരു അറ്റൻഷൻ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ പെർസെപ്ഷനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇനീഷ്യേറ്റീവ് ആയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ആളുകൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, to create a social perception or bring a change in the society regarding the gender roles. ഓക്കെ, അതായത് അടുക്കള എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, പുരുഷന്മാർ എന്ന് പറയുന്നത് പുറത്തുപോയി ജോലി ചെയ്ത് സമ്പാദിക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ സ്ത്രീകൾ എന്ത് ചെയ്യണം, ഈ പുരുഷന്റെ മുകളിൽ അല്ലെങ്കിൽ പുരുഷന്റെ മേലെ എപ്പോഴും എക്കണോമിക്കലി ഡിപ്പെൻഡന്റ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെ കരുതുന്ന ആ ഒരു തോട്ട് പ്രോസസ്സിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സൂപ്പർസ്റ്റിഷ്യൻസ്, ഓക്കെ, സോഷ്യൽ പ്രജുഡൈസ്, ഇതൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന സോഷ്യൽ പ്രജുഡൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുൻധാരണ അല്ലെങ്കിൽ മൂഢധാരണ എന്നൊക്കെ നമുക്ക് പറയാം. അതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള റീഫോം കേരള ഗവൺമെന്റ് എടുത്തത്. അപ്പൊ എന്ത് ചെയ്യുന്നത്, ചേഞ്ചിങ് ജെൻഡർ റോൾസ്. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, ഈ ജെൻഡർ റോൾ അസൈൻ ചെയ്യുന്നത് പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ നമുക്ക് അസൈൻ ചെയ്ത് കിട്ടിയതാണ്. അത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു. സോ ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ. ഓക്കെ, അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, ഈ പ്രീ ഹിസ്റ്റോറിക്കിന്റെ ടൈമിനും അതിനു മുമ്പേക്ക് നമ്മൾ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ ആൺ പെണ്ണ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നിരിക്കണം എന്നില്ല, എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടുന്ന് മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇപ്പൊ നമ്മൾ വീണ്ടും പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ടു വേദിക് സിവിലൈസേഷൻ, ഇതിന്റെ ഇടയ്ക്ക് എമേർജ് ചെയ്തതായിരുന്നു റിലീജിയൻ എന്ന് പറയുന്നത്. ഈ റിലീജിയനെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എത്തുന്ന സമയത്ത് ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡസ് ദ ഗോഡ് എക്സിസ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ ഗോഡ്, ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെ ഒരു സൈക്കിൾ ആണ്. അപ്പം ഓവറോൾ നമ്മളൊന്ന് ചിന്തിക്കുന്ന സമയത്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഒരു രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. ഓക്കെ, now let's get into our most important topic, that is Indus Valley Civilization. Okay, so Indus Valley Civilization, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് എന്തുകൊണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈ ഒരു പ്രദേശം എന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം ഇൻഡസ് എന്ന് പറയുന്ന നദിയുടെ 5 പോഷക നദികൾ ഇവിടെ വരുന്നുണ്ട്, അല്ലെ? ഏതൊക്കെയാണ് 5 പോഷക നദികൾ എന്ന് പറയുന്നത്? ഒന്ന് ഈ പറയുന്ന ചെനാബ് വരുന്നുണ്ട്, ഓക്കെ, അതുപോലെ സത്ലജ് വരുന്നുണ്ട്. ഇത് കൂടാതെ വേറെ 3 നദികളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പോഷക നദികളായിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ജലം വരുന്നുണ്ട്. ഓക്കെ, ഇൻഡസ്, ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, ഇങ്ങനെ 5ഓളം നദികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ് റിവറിന്റെ പോഷക നദികളായിട്ട് ഇത്തരം പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത് എന്ന് പറയുന്നത്. കാരണം ഈ നദികളിൽ ഫ്ലഡിങ് വരും, മൺസൂൺ സീസൺ ആകുന്ന സമയത്ത് ഫ്ലഡിങ് വരും. അപ്പൊ അങ്ങനെ ഫ്ലഡിങ് വരുന്ന സമയത്ത് നദികൾ എന്ത് ചെയ്യും, കര കവിഞ്ഞൊഴുകും. അങ്ങനെ കര കവിഞ്ഞൊഴുകുന്ന സമയത്ത് എക്കൽ മണ്ണുകൾ എന്ത് ചെയ്യും, ഇത്തരം നദികളുടെ ബാങ്കുകളിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടും. പിന്നീട് മൺസൂൺ കഴിയുന്നതോട് കൂടിയിട്ട് ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെട്ട ഹൈലി ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണുകളിൽ ആളുകൾ കൃഷി ചെയ്യും. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ എമേർജ് ചെയ്യുന്നത്.
അങ്ങനെ ഓവർ ദ ടൈം അതൊരു പ്രോഗ്രസ് ആയിട്ട് അറൌണ്ട് ലൈക്ക് 3000 BC, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കിയോളജിക്കൽ എവിഡൻസസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഒരു 3000 BC മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ഒരു 1500 വർഷക്കാലത്തോളം ഈ പറയുന്ന ഇൻഡസ് പ്രദേശങ്ങളിൽ നിലനിന്നിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ളത് പറയാം. എന്നാൽ ഇത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇതിന് സമാന്തരമായിക്കൊണ്ട് ചൈനയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെയുള്ള സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ലൈക്ക് മോഹൻജദാരോ ഉണ്ടായിരുന്നു, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, സുമേറിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ദെൻ ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ അതേ കാലഘട്ടങ്ങളിൽ പാരലൽ ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള സിവിലൈസേഷനുകളായിരുന്നു. അതേ സമയത്ത് ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഡസ് നദീതടത്തിൽ രൂപം കൊണ്ടതുകൊണ്ടാണ് അതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരുപാട് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് അല്ലെങ്കിൽ സിവിലൈസേഷൻ ആണ്. അതിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടത് ഈ പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ആദ്യമായിട്ട് ആർക്കിയോളജിക്കലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഹാരപ്പയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സിവിലൈസേഷൻ എൻറ്റയർലി ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയും. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ഒന്നും അല്ല. അതൊക്കെ ഏതാണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇതിൽ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തത് ഹാരപ്പൻ സിവിലൈസേഷൻ മാത്രമായതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞു വെക്കേണ്ടത്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് അപ്പിയർഡ് ഇൻ ദി നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇതാണ് നമ്മുടെ പ്രസന്റ് ഇന്ത്യ, ഇതാണ് പാകിസ്ഥാൻ. അപ്പം ഈ ഒരു പ്രദേശത്താണ് എന്ത് ചെയ്തത്, ഹാരപ്പൻ സിവിലൈസേഷൻ രൂപം കൊള്ളുന്നത്. ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് അർബനൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അഗ്രികൾച്ചറലി സെറ്റിൽഡ് ആയിട്ടുള്ള സൊസൈറ്റി, അഗ്രികൾച്ചറലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ പ്രോഗ്രസ് ദാറ്റ് ലെഡ് ടു അർബനൈസേഷൻ. ഓക്കെ, അർബനൈസേഷനിലേക്ക് ലീഡ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, വൈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇസ് കോൾഡ് അർബനൈസേഷൻ ഓർ ദ ഫസ്റ്റ് അർബൻ സൊസൈറ്റി. ഓക്കെ, എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ ഫസ്റ്റ് അർബൻ സൊസൈറ്റി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിസ്റ്ററി പഠിച്ചൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഗ്രിഡ് ലൈക്ക് പാറ്റേൺ ഉണ്ടായിരുന്നു, വെൽ സെറ്റിൽഡ് അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, ഡ്രെയിനേജ് പാറ്റേൺസ് ഉണ്ടായിരുന്നു, ദെൻ ലൈക്ക് സിവിക് പ്ലാനിങ് ഉണ്ടായിരുന്നു, ദെൻ ദേ യൂസ് ഇറ്റ് ലൈക്ക് മോഡേൺ ടെക്നോളജീസ്. ഇങ്ങനെ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജീസ് ഒക്കെ നിങ്ങൾ പറയും. പക്ഷെ അതൊന്നും അല്ലാതെ ഒരു പുതിയ പോയിന്റ്, ഓക്കെ, ഒരു പുതിയ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചാലോചിക്കുക, ഒരു അർബൻ സൊസൈറ്റിയുടെ സ്വഭാവം എന്താണ്? ഒരു അർബൻ സൊസൈറ്റിയുടെ സ്വഭാവം എന്താണ്? ആ അർബൻ സൊസൈറ്റി ഫോക്കസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ദ വിൽ ബി മോർ ഫോക്കസ്ഡ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റി ലൈക്ക് ട്രേഡ്, ഓക്കെ, ബിസിനസ്. ഇതിലൊക്കെ ആയിരിക്കും ഒരു അർബൻ സൊസൈറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് മുംബൈ, ഓക്കെ, ട്രേഡിനാണ്. ദെൻ ബാംഗ്ലൂരു IT ടെക്നോളജിയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഓരോ പ്രദേശം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അർബൻ എന്ന് കരുതുന്ന ഓരോ പ്രദേശവും അവിടെ ട്രേഡ്, ട്രാൻസ്പോർട്ട്, ബിസിനസ്, എക്സ്ചേഞ്ച് ഇതായിരിക്കും മെയിൻ ആയിട്ട് നടക്കുന്നത്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ മെസപ്പൊട്ടോമിയയും സുമേറിയയും ചൈനീസും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനും ഒക്കെ ആയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ട്രേഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റേണൽ ട്രേഡും നടന്നിട്ടുണ്ടായിരുന്നു. ഇത്തരം ട്രേഡ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ഗതാഗതം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പോർട്ടുകൾ ഉണ്ടായിരുന്നു, ലോഥൽ പോലുള്ള തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു, ഓക്കെ, ഡോക്ക് യാർഡുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബീഡ് മേക്കിംഗ്, ഓക്കെ, ബീഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നെക്ലസുകൾ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ ബ്രോൺസ്, ഓക്കെ, ബ്രോൺസ് സ്റ്റാച്യൂസ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ ലൈക്ക് പോട്ടറി മേക്കിംഗ്. ഇങ്ങനെ ധാരാളം ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. അപ്പം എക്കണോമിക് ആക്ടിവിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഡിഫൈൻസ് എ സൊസൈറ്റി ആസ് ദി അർബൻ സിവിലൈസേഷൻ. ഒരു സൊസൈറ്റിയെ അർബൻ സിവിലൈസേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എക്കണോമിക് ഫാക്ടർ ആണ്. അത് എവിടെ ഉണ്ടായിരുന്നു? ഇൻഡസ് വാലി സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ തിരിച്ച് റിവേഴ്സ് ആയിട്ടാണ് ആലോചിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കും, എന്തൊക്കെയോ പറയുന്നു എന്നുള്ള രൂപത്തിലൊരു ചിന്തയൊന്നും വേണ്ട, എല്ലാം നമ്മൾ 1 by 1 ആയിട്ട് കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, സോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് എന്തൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇൻട്രോ നിങ്ങൾക്ക് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ
ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ ഹാരപ്പൻ സൊസൈറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അതിനൊരു ഏർലി ഫേസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഏർലി ഫേസ് ഉണ്ടായിരുന്നു, പിന്നീട് ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടായിരുന്നു, പിന്നീട് ആ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെച്ചുവർ ഫേസ് ആവുന്നുണ്ട്. ഈ മെച്ചുവർ ഫേസ് പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട്, ഒരു ലേറ്റർ ഫേസ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ ആയിട്ട് മാറുന്നുണ്ട്. സോ ഈ മെച്ചുവർ ഫേസിലാണ് ഏറ്റവും കൂടുതൽ അർബനൈസേഷൻ അല്ലെങ്കിൽ ഏറ്റവും പിന്നെ പീക്ക് ലെവൽ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പീക്ക് ലെവലിലെ പ്രോസ്പെരിറ്റി ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത് ഈ ഒരു മെച്ചുവർ ഫേസിലാണ്. ഓക്കെ, അപ്പൊ ഒരു ഏർലി ഹാരപ്പൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് ഫേസിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് ഹാരപ്പ, കോട്ട്ഡിജി, അംറി എന്നൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഹാരപ്പൻ സൊസൈറ്റി എന്ന് പറയുന്നത് ലൈക്ക് ഈ എൻറ്റയർ പ്രദേശത്ത് അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതല്ല. ഈ പറയുന്ന ഓരോ പ്രദേശത്തായിട്ട് ഓരോ സെറ്റിൽമെന്റ്സ് ആയിരുന്നു. ലൈക്ക് ധോളാവിര വരുന്നുണ്ട്, ഓക്കെ, ചാൻഹുദാര വരുന്നുണ്ട്, മോഹൻജദാര വരുന്നുണ്ട്, കോട്ട്ഡിജി വരുന്നുണ്ട്, ഹാരപ്പ വരുന്നുണ്ട്, കാലിബഗൻ വരുന്നുണ്ട്, ബനാവലി വരുന്നുണ്ട്, റൂപ്പർ, ഓക്കെ, ഹരിയാനയിലുള്ള റൂപ്പർ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോ പ്രദേശങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ അതെല്ലാം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതില് ഏറ്റവും വെസ്റ്റേൺ സൈഡിലായിട്ട് എന്ത് വരുന്നുണ്ട്, സുത്കജൻ ദർ വരുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലും പാകിസ്ഥാനുമായിട്ട് പല പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഇത്തരത്തിലുള്ള സിവിലൈസേഷൻ എല്ലാത്തിനെയും കൂടെ നമ്മൾ പറയുന്നതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പം ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഒരു സിവിലൈസേഷൻ മാത്രമാണ് ഹാരപ്പൻ എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പിന്നെയും ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്തരത്തിൽ ആദ്യം എമേർജ് ചെയ്തിട്ടുള്ള ചില പ്രദേശങ്ങൾ അല്ലെങ്കിൽ ആദ്യം ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള പ്രദേശങ്ങളാണ് ഹാരപ്പ, കോട്ട്ഡിജി, അംറി എന്നൊക്കെ പറയുന്നത്. അപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർട്ടിഫിക്കേഷൻ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട കെട്ടിയിട്ടുണ്ട്. ഇപ്പം അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കോട്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതിലുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഗ്രിഡ് പ്ലാനിങ്. ഓക്കെ, നമ്മളെ യു എസിലൊക്കെ നമ്മൾ പലപ്പോഴും സിനിമയൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ യു എസിനൊക്കെ നിങ്ങൾ മൂവീസിൽ അതുപോലെ എന്താ പറയാ ഡോക്യുമെന്ററീസിലൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല പെർഫെക്റ്റ്ലി നേരെയുള്ള റോഡുകളായിരിക്കും. ഓക്കെ, നേരെയുള്ള റോഡുകളായിരിക്കും. ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ റോഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പെർഫെക്റ്റ്ലി ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലർ ആയിട്ട് ഇതുപോലെ റൈറ്റ് ആംഗിൾ എടുത്തിട്ട് വേണം അടുത്ത പ്രദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ റോഡുകൾ ഉണ്ടായിരിക്കും. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്ത് വരുന്നത്, ബിൽഡിങ്സ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഗ്രിഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൊബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉള്ള സ്ഥലത്തിനെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ലാൻഡ് പ്ലാനിങ് ആണ്. ഓക്കെ, ഏറ്റവും നന്നായിട്ട് ലാൻഡ് പ്ലാനിങ് അല്ലെങ്കിൽ അർബൻ പ്ലാനിങ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് ഇത്തരത്തിലുള്ള ഗ്രിഡ് ലൈക്ക് പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് എവിടെ ഉണ്ടായിരുന്നു, ഹാരപ്പൻ സൊസൈറ്റിയിൽ. ഹാരപ്പൻ മാത്രമല്ല, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മോസ്റ്റ് ഓഫ് ദ സിറ്റിയിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, എക്സെപ്റ്റ് 1-2 സിറ്റികൾ ഒഴികെ. ഓക്കെ, അതായത് ചില സിറ്റികളിൽ ഇത്തരത്തിലുള്ള ഗ്രിഡ് ലൈക്ക് പാറ്റേൺ അല്ല, മറിച്ച് റേഡിയൽ പാറ്റേൺസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് നമ്മൾ പഠിക്കും. സിമ്പിൾ ആയിട്ട് ഇതാണ് ഗ്രിഡ് ലൈക്ക് പാറ്റേൺ എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻസിപ്പിഡന്റ് ട്രേഡ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വളരെ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രേഡ് നെറ്റ്വർക്ക് അവിടെ രൂപം കൊള്ളുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റേണൽ ട്രേഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രേഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ. ഓക്കെ, ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ. എന്തെല്ലാം ക്രാഫ്റ്റുകൾ വരുന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈവൻ നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്യൂട്ടിഫിക്കേഷൻ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. ഓക്കെ, എസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് മുതൽ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫിക്കേഷൻ പ്രൊഡക്റ്റ്, അത് മുതൽ ബീഡ്സ്, അതുപോലെ തന്നെ ബ്രോൺസ് സ്റ്റാച്യൂസ്. ഓക്കെ, ഈ ബ്രോൺസ് സ്റ്റാച്യൂസ് ഒക്കെ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ടെക്നോളജീസ് ആയിട്ടുള്ള ലോക്സ് വാക്സ് ടെക്നിക്, ഓക്കെ, ലോസ്റ്റ് വാക്സ് ടെക്നിക്സ് പോലുള്ള മെത്തേഡ്സ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് മോൾഡ് ഉപയോഗിച്ചിട്ട് അതിനുള്ളിലേക്ക് ലൈക്ക് മെഴുകി വെച്ച് അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഒരു മോൾഡ് സൃഷ്ടിച്ച് ഓക്കെ ഒരു മെഴുകിൽ എന്ത് ചെയ്യും, പ്രതിമ സൃഷ്ടിച്ചെടുക്കും. എന്നിട്ട് അതിന് മുകളിലേക്ക് എന്ത് ചെയ്യും, മണ്ണ് കൊണ്ട് പൊതിയും. ഓക്കെ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ആ മെഴുകിനെ ഉരുക്കി കളഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് ഈയം അല്ലെങ്കിൽ ബ്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, ഉരുക്കി ഒഴിക്കും. എന്നിട്ട് ബ്രോൺസിലൊക്കെ അതിവിദഗ്ധമായിട്ടുള്ള ശില്പങ്ങളെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഇവർ വിദഗ്ധരായിരുന്നു. ഇത്തരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ, അതുപോലെ ലാപ്പിസ് ലസൂളി പോലെയുള്ള സ്റ്റോൺസ് യൂസ് ചെയ്യുന്നതിൽ ഇതൊക്കെ എന്തിലായിരുന്നു, ഇവർ സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയായിരുന്നു ഏർലി ഹാരപ്പൻ സിവിലൈസേഷൻ. ദെൻ ട്രാൻസിഷണൽ ഫേസ്. ഈ ഫേസിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് കുനാൽ, ധോലാവിര, അതുപോലെ തന്നെ ഹാരപ്പ. ഓക്കെ, ഹാരപ്പ എന്ന് പറയുന്നത് എല്ലാ ഫേസിലേക്കും വരുന്നുണ്ട്. ഇനീഷ്യൽ മുതൽ ലേറ്റർ ടൈം വരെ നിലനിന്നിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഹാരപ്പ എന്ന് പറയുന്നത്. സോ ഇവിടെ എത്തിയതോട് കൂടിയിട്ട് ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് ദി ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ, കുറെ കൂടെ സൊസൈറ്റി അഡ്വാൻസ്ഡ് ആവുന്നുണ്ട്, കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അടുത്തത് ഓർഗനൈസ്ഡ് ഇറിഗേഷൻ സിസ്റ്റം.
ഓക്കെ. സോ ഇറിഗേഷൻ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് മാറി, അഗ്രികൾച്ചർ ഒക്കെ എന്ത് ചെയ്തു, കുറെ കൂടെ ഡെവലപ്പ് ആയി. അതോട് കൂടിയിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, കൂടി. ഓക്കെ. അപ്പൊ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഓക്കെ, നമ്മൾ പറയാറില്ലേ, ആപത്ത് കാലത്ത് കാപ്പത്ത് വെച്ചാൽ, സോറി, നമുക്ക് ആവുന്ന കാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, നട്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപത്ത് കാലത്ത് എന്ത് ചെയ്യാം, കാപ്പത്ത് തിന്നാം, നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കഴിക്കാമെന്ന് പറയാറുണ്ട്. അപ്പം മൺസൂൺ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ ഫെർട്ടൈൽ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പീരീഡിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു ലീൻ സീസൺ ഉണ്ടായിരിക്കും. അതായത് പ്രൊഡക്ഷൻ ഒന്നും നടത്താൻ പറ്റാത്ത വരൾച്ചയുടെ ഒക്കെ ഒരു ഫേസ് ഉണ്ടാവും. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് എന്ത് വേണം, ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനു വേണ്ടിയിട്ട് ഗ്രാനറീസ്, ഓക്കെ, ഗ്രാനറീസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ഇത്തരത്തിലുള്ള ലാർജ് ഗ്രാനറീസ് മോഹൻജോദാരോയിലും ഹാരപ്പയിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഹാരപ്പ, ഇവിടെ നിങ്ങൾക്ക് ഒരു 6 കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലേ, ഹാരപ്പ. അപ്പോൾ 6ഓളം ഗ്രാനറീസ് എവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്, ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ മോഹൻജോദാരോയിലേക്ക് വരുന്ന സമയത്ത് വലിയ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഗ്രാനറീസ് ഒക്കെ അവിടുന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ വളരെ സയന്റിഫിക്കലി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിലുള്ള ഗ്രാനറീസ് ഒക്കെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ നിർമ്മിച്ചത്. ദെൻ അടുത്തത് പാർട്ട്ലി സ്റ്റാൻഡേർഡൈസ്ഡ് റിപ്പീറ്റർ ഓഫ് ദ പോർട്രേറ്റ് ഡിസൈൻസ്. അപ്പം ഈ ഒരു ഹാരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ഹൈലി സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അതായത് ഇപ്പം ഈ കാലഘട്ടത്തിൽ എന്ത് വരുന്നുണ്ട്, സീലുകൾ നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സീലുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ നിർമ്മിക്കുന്ന സീലുകളെല്ലാം എന്താണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലുള്ളതാണ്. ഓരോരുത്തർക്ക് തോന്നിയ പോലെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതേപോലെ എന്ത് വരുന്നുണ്ട്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വരുന്നുണ്ട്. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഇതും വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ 1 കിലോ 2 കിലോ, ഇത്തരത്തിൽ ഓരോ കിലോ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്ത് അത് മാത്രമാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സും ഒക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് രൂപങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തില് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പോർട്രേറ്റ്സ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈക്ക് അമുലിമെന്റ്സ്, അതുപോലെ ലൈക്ക് സീൽസ്, അമുലറ്റ്സ്, ഇതൊക്കെയായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കോയിൻസ് ഉണ്ടായിരുന്നു ഇവർക്ക്. ഓക്കെ, ഈവൻ കോയിൻസും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഫോമിലായിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി ഇത്രത്തോളം സ്റ്റാൻഡേർഡ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് വേണം. ഓക്കെ, ഇന്ത്യയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന 100 രൂപ സെയിം ആണ് അല്ലെ? ഞാൻ ഉപയോഗിക്കുന്ന 100 രൂപയും നിങ്ങൾ ഉപയോഗിക്കുന്ന 100 രൂപയും രണ്ടും രണ്ടല്ല. ഡെഫിനറ്റ്ലി ലൈക്ക് പ്രിന്റ് ചെയ്തതിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് ഈ 100 കോടി ആളുകൾ ഉപയോഗിക്കുന്നത് 100 കോടി രൂപത്തിലുള്ള 100 രൂപ അല്ലല്ലോ. അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഉണ്ട്. കാരണം എന്താണ്, ദിസ് ഇസ് ഇഷ്യൂഡ് ബൈ എ സെൻട്രൽ അതോറിറ്റി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടുള്ള കോയിൻസും അതുപോലെ തന്നെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സും ഒക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് കൊണ്ട് ഹാരപ്പൻ സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് അവിടെ കൃത്യമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദേ ഹാഡ് എ സെൻട്രൽ അതോറിറ്റി. ഓക്കെ, ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടായിരുന്നു. ദാറ്റ് ഗവേൺഡ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനെ ഗവേൺ ചെയ്ത ഒരു സെൻട്രൽ അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് പറ്റും ബേസ്ഡ് ഓൺ ദിസ് എവിഡൻസസ്. ഓക്കെ, ദെൻ അടുത്ത ഫേസിലേക്ക് വരുന്ന സമയത്ത് ദിസ് ഇസ് കോൾഡ് ദ മെച്യൂർ ഫേസ്. ഏറ്റവും പീക്ക് പെർഫോമൻസ് ആയിട്ടുള്ള, ഏറ്റവും പ്രോസ്പർ ആയിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷന്റെ ഫേസ് ആണ് ഈ പറയുന്ന മെച്യൂർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഫേസ് ഇസ് കോൾഡ് ആസ് ആൻ ഇന്റഗ്രേഷൻ ഫേസ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഡൊമിനന്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഹാരപ്പൻ സൊസൈറ്റി അല്ലെങ്കിൽ ഹാരപ്പൻ സൈറ്റുകളാണ് മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗാൻ, അതുപോലെ ധോളാവിര എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഞാൻ ഹാരപ്പ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്പെസിഫിക് സൈറ്റും അതുപോലെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇൻഡസ് വാലി IVC മൊത്തമായിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഇനി IVC എന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്തത് ഫുൾ സ്കെയിൽ അർബനൈസേഷൻ. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും പ്രോസ്പർ ആണ്. സോ ഫുൾ സ്കെയിൽ അർബനൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. ദെൻ എമർജൻസ് ഓഫ് ദ റൈറ്റിംഗ്. ഓക്കെ, ഒരു പിക്ടോഗ്രഫിക് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഈ ഒരു കാലഘട്ടത്തിൽ എമർജ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്തത് യൂണിഫോമിറ്റി ഇൻ ആർട്ടിഫാക്ട്സ്. ഓക്കെ, സോ ഹാരപ്പൻ റൈറ്റിംഗ്സ്, ആ കാലഘട്ടത്തിൽ ഹാരപ്പൻ റൈറ്റിംഗിനെ നമ്മൾ ബോസ്ട്രോപിഡോൺ എന്ന് പറയാറുണ്ട്. സോ ആർക്കെങ്കിലും ബോസ്ട്രോപിഡോൺ എന്താണ് എന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. സോ ദർ വർ യൂണിഫോമിറ്റി ഇൻ ആർട്ടിഫാക്ട്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരുന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിഫാക്ട്സ് ഒക്കെ എന്തായിരുന്നു, ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുൾ ഫ്ലഡ്ജഡ് ട്രേഡ്. ഓക്കെ, ലൈക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് അതിന്റെ പീക്കിലേക്ക് എത്തുന്ന സമയമാണ് ഈ പറയുന്ന മെച്യൂർ സിവിലൈസേഷൻ അല്ലെങ്കിൽ മെച്യൂർ ഫേസ് എന്ന് പറയുന്നത്.
പിന്നീട് അതിനുശേഷം ഹാരപ്പൻ സൊസൈറ്റി പതുക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം. ഒരു 1300 BC, ഒരു 1500, 1300 BC ഒക്കെ ആകുന്നതോട് കൂടിയിട്ട് ആ സൊസൈറ്റി അങ്ങ് ഇല്ലാതാവുകയാണ്. അപ്പം ആ ഒരു ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിക്ലൈനിങ് ഫേസിനെയാണ് നമ്മൾ ലേറ്റ് ഹാരപ്പൻ ഫേസ് അല്ലെങ്കിൽ ലോക്കലൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇത് ഇന്റഗ്രേഷൻ ഫേസ് ആണെങ്കിൽ ഇത് ലോക്കലൈസേഷൻ ഫേസ് ആയിരുന്നു. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഹാരപ്പ, സിസ്വാൾ, റോജ്ദി, റംഗ്പൂർ ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്ന ചില സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ഡിക്ലൈൻ ആൻഡ് അബാൻഡൻമെന്റ് ഓഫ് സം സൈറ്റ് ദാറ്റ് ലെഡ് ടു റൈസ് ഓഫ് പാസ്റ്ററൽ മോഡ്. കണ്ടോ, പാസ്റ്ററൽ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽ റിയറിങ്. അപ്പൊ ഒരു അർബൻ സൊസൈറ്റി എന്ത് ചെയ്യാണ്, ഒരു അഗ്രേറിയൻ സൊസൈറ്റി ആയിട്ട് വീണ്ടും മാറുകയാണ്. ഓക്കെ, ഒരു പാസ്റ്ററൽ സൊസൈറ്റി നൊമേഡിക് സൊസൈറ്റീസ് ആയിട്ട്, ഓക്കെ, നൊമേഡിക് പാസ്റ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മാടുകളൊക്കെ മേച്ച് നടക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രിമിറ്റീവ് സ്വഭാവത്തിലേക്ക് ആ സൊസൈറ്റി മാറുകയാണ്. ഈ പാസ്റ്ററൽ സൊസൈറ്റിയാണ് പിന്നീട് എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, വേദിക് സൊസൈറ്റി ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് വേദിക് സൊസൈറ്റിയിലെ ഗോ, കൗ അല്ലെങ്കിൽ കാറ്റിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗൗ അല്ലെങ്കിൽ കൗ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് റെഫറൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, പശുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എത്രാമത്തെ ആർട്ടിക്കിളിലാണ് അത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് 48A അണ്ടറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, എവിടെയാണ് അത് വരുന്നത്, DPSPയിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ കൗസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലെ കൗ എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടന്റ് ഫിഗർ ആയിട്ട് മാറുന്നത് ഈ ഒരു ട്രാൻസിഷൻ കാരണമാണ്. അതായത് അർബൻ സൊസൈറ്റി വാസ് ഡിക്ലൈൻ ഇൻ ടു പാസ്റ്ററൽ മോഡ്, ഒരു പാസ്റ്ററൽ സൊസൈറ്റി ആയിട്ട് മാറി. കാറ്റിൽ റെയറിങ് അവരുടെ മേജർ എന്തായിട്ട് മാറി, ട്രേഡ് ആയിട്ട് അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് ആയിട്ട് മാറി. അതിന്റെ ബേസിൽ പിന്നീട് നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് പശുവിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ. ഓക്കെ, സോ അത് എവിടെയാണ് നടക്കുന്നത്, വേദിക് സൊസൈറ്റിയിലാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ദെൻ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ചില സമയത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഏതാണ്, നോർത്തേൺ മോസ്റ്റ് ഏതാണ്, സദേൺ മോസ്റ്റ് ഏതാണ്, വെസ്റ്റേൺ ആയിട്ട് കിടക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണ്, ഇതൊക്കെ വരാറുണ്ട്. ഓക്കെ, സോ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുദ്ക് ജെൻഡോൺ. ഓക്കെ, സുദ്ക് ജെൻഡോർ എന്ന് പറയുന്നതാ, അതായത് പാകിസ്ഥാൻ ഇറാൻ ബോർഡറിൽ വരുന്ന സുദ്ക് ജെൻഡോർ. ഓക്കെ, സുദ്ക് ജെൻഡോർ എന്ന് പറയുന്ന ഈ സൈറ്റ് ആണ് ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഷോർത്തുഗൈ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ, ഓക്കെ, അതിവിടെ കാണിച്ചിട്ടില്ല, ഇവിടുന്ന് ഫെർദർ എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഷോർത്തുഗൈ എന്ന് പറയുന്നതാണ് ഏറ്റവും നോർത്തേൺ മോസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആലംഗീർപൂർ. ഓക്കെ, ആലംഗീർപൂർ എന്ന് പറയുന്ന ഇതാണ് ഉത്തർപ്രദേശിലെ, പ്രസന്റ് ഉത്തർപ്രദേശിൽ വരുന്ന ആലംഗീർപൂർ എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് ഹാരപ്പൻ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഏറ്റവും സദേൺ മോസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈമാബാദ് ആണ്. ഓക്കെ, സോ ദൈമാബാദ് ആണ് ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഇതിനെ നമുക്ക് സ്പോട്ട് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഓക്കെ, സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. സോ നമ്മുടെ എല്ലാ സെഷനിലും ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവിൽ വരുന്ന പോയിന്റ്സിൽ നമ്മൾ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ആയിരിക്കും, ലൈക്ക് അങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സ്പോട്ട് ദ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യവും സ്റ്റാർ മാർക്കുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അത്തരം കാര്യങ്ങളിലായിരിക്കും നമ്മൾ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ എന്ന ഫോർമാറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനടുത്തത് ദ ആർക്കിയോളജിക്കൽ ഡെവലപ്മെന്റ്. ഇതും പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അവിടെ പ്രത്യേകിച്ച് എന്താ പറയാ, നമുക്ക് ഗിമിക്സും അല്ലെങ്കിൽ കൺസെപ്റ്റും ക്ലാരിറ്റി ഒന്നും വേണ്ട, ആരെ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. 1826 ഹാരപ്പ, ഇറ്റ് വാസ് ഫസ്റ്റ് വിസിറ്റഡ് ബൈ ചാൾസ് മേസൺ. എന്നാൽ അവിടെ ഒരു ലൈക്ക് എക്സ്കവേഷൻ ആക്ടിവിറ്റി നടക്കുന്നത് 1946 REM വീലർ എക്സ്കവേറ്റഡ് ഹാരപ്പ. ഓക്കെ, ഹി സ്റ്റാർട്ടഡ് ദിസ് ലൈക്ക് എക്സ്കവേഷൻ. ദെൻ അടുത്തത് 1875 അലക്സാണ്ടർ കണ്ണിംഗ്ഹാം, ഹി ഹാസ് റിപ്പോർട്ടഡ് അബൌട്ട് ദി ഹാരപ്പൻ സീൽസ്. ഓക്കെ, നമുക്കറിയാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സിഗ്നിഫിക്കന്റ് ഫൗണ്ടർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആദ്യ കാലത്തെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ചെയർമാൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം എന്ന് പറയുന്നത്. നമ്മുടെ ആർക്കിയോളജിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. സോ ഹി റിപ്പോർട്ടഡ് റിഗാർഡിംഗ് ദിസ് ഹാരപ്പൻ സീൽസ്. അതിനടുത്തത് 1955 അതിൽ SR റാവ് ബിഗിൻ എക്സ്കവേഷൻ അറ്റ് ലോഥൽ. ഞാൻ നേരത്തെ ലോഥൽ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഡോക്യാർഡ് സൈറ്റ് ആണ്, നമ്മൾ പഠിക്കും. ദെൻ 1960 ആയതോട് കൂടിയിട്ട് BB ലാൽ, PK താപ്പർ,
they began excavation at Kalibangan. Next site ആണ് Kalibangan. Okay, then comes 1990 ആയതോട് കൂടിയിട്ട് RS Bishad, he began excavation at Dholavira. So ഈ ധോളാവിര ഓൾറെഡി പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ധോളാവിരയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവരുടെ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സോ ഓരോ ഹാരപ്പൻ സൊസൈറ്റിക്കും ചില യുണീക്ക് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അതിനൊന്നും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, സോ ഹാരപ്പന്റെ ധോളാവിരയുടെ കേസിൽ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ധോളാവിരയുടെ കേസിൽ അത് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഓരോ സൊസൈറ്റിയുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ പെർസ്പെക്ടീവ്സിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചോദ്യങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ചോദ്യമാണ്, ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ചോദ്യം എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആൻഷ്യൻ ടൗൺ ഇസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് എലാബറേറ്റ് സിസ്റ്റം ഓഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ്, അല്ലെ, വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡ്രെയിനേജ് മാനേജ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ബൈ ബിൽഡിംഗ് സീരീസ് ഓഫ് ഡാംസ് ആൻഡ് ചാനലൈസിംഗ് ദ വാട്ടർ ഇൻ ടു കണക്റ്റഡ് റിസർവോയേഴ്സ്. അപ്പൊ ഡെഫിനറ്റ്ലി വാട്ടർ മാനേജ്മെന്റിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള IVC സൈറ്റ് ഏതാന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അത് കാലിബംഗൻ ആണ് എന്നുള്ളത്. ഓക്കെ, അതേപോലെ ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലൈക്ക് ലോഥൽ, കാലിബംഗൻ, ധോളാവിര, ബനാവലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ ലോഥൽ എന്ന് പറയുന്നത് ഒരു ഡോക്യാർഡ് അല്ലെങ്കിൽ ഒരു പോർട്ട് തുറമുഖമാണ് എന്നുള്ളത് ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി. എ എന്ന് പറയുന്നത് 2 ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഒരു എലിമിനേഷനിലേക്ക് അല്ലെങ്കിൽ ലൈക്ക് ഓപ്ഷൻസിന് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയാൽ മതി. ബാക്കിയുള്ള ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ദെൻ കാലിബംഗന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് വി ഹാവ് ഐഡന്റിഫൈഡ് ലൈക്ക് ഫ്ലോ ഫീൽഡ്സ് ദെയർ. അതുപോലെ തന്നെ ലൈക്ക് ക്യാമൽ ബോൺസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ലൈക്ക് വി വിൽ സ്റ്റഡി അബൌട്ട് ദിസ്. പക്ഷെ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഓരോ സൈറ്റിന്റെ യുണീക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ പല തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് ഓർത്ത് വെച്ച് പഠിക്കണം. അതുകൊണ്ട് ഓരോ സൈറ്റിന്റെയും ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത സൈറ്റ് അത് തന്നെ ആയിക്കോട്ടെ. നമ്മുടെ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പ. ഓക്കെ, സോ ഹാരപ്പ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഹാരപ്പൻ സൊസൈറ്റി അല്ലെങ്കിൽ എല്ലാ സിവിലൈസേഷനും they were on the bank of some river, അല്ലെ, ഒരു റിവറിന്റെ ഒരു നദീതടത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള ഏതൊരു ഹാരപ്പൻ സൈറ്റും ആദ്യം തന്നെ രൂപം കൊണ്ടുവരുന്നത്. അപ്പം ഹാരപ്പ എവിടെയാണ്? അല്ലെ, ഹാരപ്പ ഇവിടെ ഒരു കിടക്കുന്നുണ്ട്. സോ ഹാരപ്പ ഇസ് ഓൺ ദി ബാങ്ക് ഓഫ് ദ റിവർ രവി. അത് കണക്ട് ചെയ്തല്ലോ ഹാരപ്പ എന്ന് പറയുന്നത്. നേരത്തെ മാപ്പ് നോക്കിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദാറ്റ് ലൈസ് ഇൻ ദ പഞ്ചാബ് റീജിയൻ ഓഫ് ദ പാകിസ്ഥാൻ. ഇന്ത്യയിലെ പഞ്ചാബ് അല്ല, പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് അത് നിൽക്കുന്നത്. സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദിസ് ഇസ് ദ ഫസ്റ്റ് ആർക്കിയോളജിക്കൽ സൈറ്റ് ടു ബി ഡിസ്കവേർഡ് ഫ്രം ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദെൻ 2 rows of 6 granaries. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6. ഓക്കെ, ഹാരപ്പനിലെ 6. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 6 ഗ്രാനറീസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു സ്റ്റോർ ദ ഗ്രെയിൻസ്. ഓക്കെ, ധാന്യങ്ങൾ സംരക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഈ പറയുന്ന മൺസൂൺ കാലഘട്ടത്തിൽ അഗ്രികൾച്ചറിലെ അവരുടെ പ്രൊഡക്ഷൻ ഹാർവസ്റ്റ് ഒക്കെ കഴിയും, ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാവും. എല്ലാം അവർക്ക് അപ്പം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ പ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്ത കാലഘട്ടത്തിലേക്ക് അതിനെ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെച്ച ധാന്യപ്പുരകളെയാണ് ഗ്രാനറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള 6ഓളം ഗ്രാനറീസ് ഉണ്ടായിരുന്നു. ഓക്കെ, 6. ഓക്കെ, ഇവിടെ എന്തുണ്ട്? 6 ഉണ്ട്. 6. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഓർത്തു വെക്കാം. ദെൻ മെയിൽ ടോർസോ. ഒരു മെയിൽ ടോർസോ ഇവിടുന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിൽഡ് ഇൻ ദി റെഡ് സാൻഡ് സ്റ്റോൺ. ഓക്കെ, റെഡ് സാൻഡ് സ്റ്റോണിലും ബിൽഡ് ചെയ്ത മെയിൽ ടോർസോ അത് എവിടെ നിന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പയാണ്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റോൺ സിംബൽസ് ഓഫ് ലിംഗം ആൻഡ് യോനി. ഓക്കെ, സോ അതായത് ലിംഗം ആൻഡ് യോനി വേർഷിപ്പ് ഹാരപ്പൻ സിവിലൈസേഷന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിംബൽസ് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാരപ്പൻ സൊസൈറ്റിയിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ദേ ഹാഡ് ബിലീവ് ഇൻ മദർ ഗോഡസ്. ഓക്കെ, ഹാരപ്പൻ സൊസൈറ്റിയുടെ റിലീജിയൻ ഒക്കെ നമ്മൾ പഠിക്കും. ബട്ട് ഇവിടെ ജസ്റ്റ് ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക, ദേ ഹാഡ് ബിലീവ് അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ ഇറ്റ് വാസ് സെന്റേഡ് അറൌണ്ട് ദ മദർ ഗോഡസ്. സോ മദർ ഗോഡസ് ആക്ച്വലി സിംബലൈസ്ഡ് ദ ഫെർട്ടിലിറ്റി. ഓക്കെ, ഫെർട്ടിലിറ്റിയെ സിംബലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഈ പറയുന്ന ലിംഗം, യോനി ഇതൊക്കെ എന്തിനെ സിംബലൈസ് ചെയ്യുന്നതാണ്? ഫെർട്ടിലിറ്റിയെ സിംബലൈസ് ചെയ്യുന്നതാണ്. ഈവൻ അറ്റ് പ്രസന്റ് നമ്മുടെ ഇന്ത്യയിൽ പോലും നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കാമക്യ ടെമ്പിൾ, ഓക്കെ, കാമക്യ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? യോനി വേർഷിപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും?
ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് നമ്മുടെ മോഡേൺ സൊസൈറ്റിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് സൊസൈറ്റിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ കൾച്ചറൽ കണ്ടിന്യൂറ്റി. ഓക്കെ, കൾച്ചറൽ കണ്ടിന്യൂറ്റി. അന്ന് നമ്മളുടെ സൊസൈറ്റിയിലേക്ക് വന്നിട്ടുള്ള പല കൾച്ചറും ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ കാണാം. അതിന് എക്സാമ്പിൾ ആണ് ലിംഗം ആൻഡ് യോനി വേർഷിപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് ലൈക്ക് വിസിബിൾ ആയിട്ട് യോനി വേർഷിപ്പ് കാമുക്യ ടെമ്പിളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാതെ ലൈക്ക് ലിംഗം വേർഷിപ്പുകളും ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് കൾച്ചറൽ കണ്ടിന്യൂറ്റി. ദെൻ അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, വെറുതെ ഇരിക്കുന്ന ഒഴിവ് സമയങ്ങളെ ആനന്ദകരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഡൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഡൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കളിവണ്ടികളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബുള്ളോ കാർട്ട് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഡൈസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഹാരപ്പൻ സൊസൈറ്റിയിൽ നിന്നാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. സോ ഇതാണ് ഹാരപ്പൻ സൊസൈറ്റിയുടെ ഫീച്ചർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ഒരു മേജർ സൈറ്റ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സൈറ്റ് ആണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. ഓക്കെ, മോഹൻജദാരോ പേര് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കുക അത് സിന്ധ് നദിയാണ്. ഓക്കെ, സോ സിന്ധ് നദിയുടെ തീരത്താണ്, പാകിസ്ഥാനിലാണ്. അത് ഇൻഡസ് റിവർ, ഓക്കെ, ഇൻഡസ് അല്ലെങ്കിൽ സിന്ധ്, ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. സിന്ധ് റിവർ അല്ലെങ്കിൽ ഇൻഡസ് റിവറിന്റെ തീരത്താണ് അത് വരുന്നത്, പാകിസ്ഥാനിലാണ് ഇത് കാണുന്നത്. സോ എഗെയിൻ ഇവിടെ എന്തുണ്ട്, ഒരു റിവർ നിങ്ങൾക്ക് കാണാം അല്ലെ, ഒരു നദിയുടെ തടത്തിലാണ് ഈ പറയുന്ന മോഹൻജദാരോയും എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റിൽ ചെയ്ത് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പ്രദേശം കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ. ഈ പ്രദേശം ഉയർന്നിട്ടാണ്, ഈ പ്രദേശം കുറച്ച് താഴ്ന്നിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു ഉയർന്ന പ്രദേശത്തിനെ നമുക്ക് സിറ്റാഡൽ എന്ന് പറയാം. ഓക്കെ, ഈ ഉയർന്ന പ്രദേശം സിറ്റാഡൽ ആണ്. ഈ താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് ലോവർ ടൗൺ ആണ്. ഓക്കെ, ലോവർ ടൗൺ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇമേജ് കണ്ടപ്പം അവിടെ നിങ്ങൾക്ക് അത് സിംബോളിക്കലി പറഞ്ഞു തന്നു മാത്രം. അടുത്തത് ഈ മോഹൻജദാരോ സൊസൈറ്റിയുടെ ഒരു യുണീക് ഫീച്ചർ ആണ് പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, കത്തിച്ചു കളയും. ഓക്കെ, ക്രിമേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആളുകളെ ബറി ചെയ്യും. എന്നാൽ ഇവിടെ എന്ത് ചെയ്യും, കത്തിച്ചതിന് ശേഷം വീണ്ടും ബറി ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ. ചിലപ്പോൾ എന്ത് ചെയ്യും, പാർഷ്യലി കത്തിക്കും, അല്ലെങ്കിൽ കത്തിച്ച ആഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബറി ചെയ്യും. അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് നിലനിന്നിട്ടുള്ള ഒരു സ്ഥലമാണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. ദെൻ മോഹൻജദാരോയിലെ ഗ്രേറ്റ് ഗ്രാനറി ആണ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഗ്രേറ്റ് ബാത്ത്. ഓക്കെ, ലാർജസ്റ്റ് ബിൽഡിംഗ് ഇൻ മോഹൻജദാരോ വാസ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഏകദേശം 6-9 മീറ്ററോളം നീളം ഉണ്ടായിരുന്നു. അത്രത്തോളം ഒരു ഹ്യൂജ് സ്ട്രക്ചർ ആയിരുന്നു. ഓക്കെ, സോ ഒരു ഹ്യൂജ് സ്ട്രക്ചർ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഗ്രേറ്റ് ബാത്ത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു വലിയ കുളം. ഈ കുളത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം കെട്ടി നിർത്തിയിട്ട് ആളുകൾക്ക് എല്ലാവർക്കും പൊതുവായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം, അതിനാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ ഈ ഗ്രേറ്റ് ബാത്തിന് ഏകദേശം 9 മീറ്ററോളം അങ്ങാണ്ട് നീളം ഉണ്ടായിരുന്നു. ബട്ട് അതല്ലാതെ ചെറിയ ചെറിയ ഗ്രേറ്റ് ബാത്തുകൾ വേറെ ഉണ്ടായിരുന്നു. ഓക്കെ, അതല്ലാതെ ഗ്രാനറീസ് ഉണ്ടായിരുന്നു, ഡബിൾ ആൻഡ് ട്രിപ്പിൾ സ്റ്റോറിയുടെ ഹൗസസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആയിരുന്നു. ഓക്കെ, ദെൻ അടുത്തത് സീൽസ് വിത്ത് പശുപതി ആൻഡ് മദർ ഗോഡസ്. ഓക്കെ, പശുപതി അതുപോലെ തന്നെ മദർ ഗോഡസ് സിംബലൈസസ് ദ ഫെർട്ടിലിറ്റി. ഓക്കെ, ദെൻ പശുപതി സിംബലൈസ്ഡ് ദ പ്രോസ്പെരിറ്റി ആസ് വെൽ ആസ് ലൈക്ക് ദ ഫെർട്ടിലിറ്റി ആൾസോ. ഓക്കെ, സോ ഈ പശുപതി സീല ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശിവ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രോട്ടോ ശിവ എന്നുള്ള രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു യോഗിക് പോസ്റ്ററിലാണ് ഈ പശുപതി സീൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഞാൻ അതിന്റെ ഇമേജ് ഒക്കെ കാണിച്ചു തന്നിട്ട് പശുപതി സീലിലുള്ള ആനിമൽസ് എന്തൊക്കെയാണ് ഇങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കുക, പശുപതി സീലും മദർ ഗോഡസും ഇത് രണ്ടും നമ്മൾ എവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, മോഹൻജദാരോ. ഇതേപോലത്തെ മദർ ഗോഡസ് നമ്മൾ എവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഹാരപ്പൻ സൊസൈറ്റിയിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒക്കെ പൊതുവായിട്ടുള്ള ഒരു വേർഷിപ്പ് ആയിരുന്നു ഈ പറയുന്ന ഫെർട്ടിലിറ്റി വേർഷിപ്പ് അല്ലെങ്കിൽ മദർ ഗോഡസ് വേർഷിപ്പ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ഓരോ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിലും ഈ സെയിം രീതിയിലുള്ള വിശ്വാസങ്ങൾ എല്ലാവരുടെ ഇടയിലേക്കും വ്യാപിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, എല്ലായിടത്തും സമാനമായിട്ടുള്ള ഒരു കൾച്ചറൽ സ്വഭാവം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അടുത്തത് ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ദി ഡാൻസിങ് ഗേൾ. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് മോഹൻജദാരോയിലാണ്. ഓക്കെ, സോ ലൈക്ക് മോഹൻജദാരോയിലെ ബ്രോൺസ് ആർട്ടിഫാക്റ്റിലെ വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ലൈക്ക് ഒരു എക്സ്ട്രാ വേഗൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റാച്യു ആണ് ഈ പറയുന്ന ബ്രോൺസ് സ്റ്റാച്യു എന്ന് പറയുന്നത്. ദെൻ ലൈക്ക് അതിനൊരു പ്രത്യേക ഒരു ത്രിഭംഗ പോസ്റ്റർ ഒക്കെ ഉണ്ട്, നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യും. ദെൻ ബ്രോൺസ് ബഫലോ വാസ് ആൾസോ ദിയർ ആൻഡ് എ ബിയേർഡ് മാൻ വാസ് ദിയർ. സോ ഈ ബിയേർഡ് മാന്റെ ലൈക്ക് ഡ്രസ്സിംഗ് സ്റ്റൈൽ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒക്കെ വരുന്നുണ്ട്, വി വിൽ ഡിസ്കസ് ഇറ്റ്. സോ ബിയേർഡ് മാൻ, ഓക്കെ, ഇയാളെ നമ്മൾ പ്രീസ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിയേർഡ് മാൻ ഇതിനെ എവിടെ നിന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻജദാരോയിൽ നിന്നാണ്
അതുപോലെ ഒരു ബ്രോൺസ് ബഫലോ. ഓക്കെ, സോ ബ്രോൺസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? മോഹൻജദാരോയിൽ നിന്ന് തന്നെയാണ്. അടുത്തത്, ഇറ്റ് ഹാഡ് എ പ്ലാൻഡ് ടൗൺ ബിൽഡ് ഓൺ എ പ്ലാറ്റ്ഫോം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഹാഡ് എ പ്ലാൻഡ് ടൗൺ ബിൽഡ് ഓൺ എ പ്ലാറ്റ്ഫോം. ഒരു ഹൈറ്റിൽ അത് നിൽക്കുന്നുണ്ട്. ഹാവിങ് ടു ഡിസ്റ്റിങ്ക്ട് ഐഡിയാസ്. ഓക്കെ, രണ്ട് ഡിസ്റ്റിങ്ക്ട് ഏരിയാസിനെ അവിടെ കൃത്യമായിട്ട് കാണാം. ഒന്നൊരു ഹൈറ്റിൽ നിൽക്കുന്ന സിറ്റാഡലും അതേപോലെ താഴെ നിൽക്കുന്ന ഒരു ലോവർ ടൗണും. ആൻഡ് വൺ ഈസ് ഐഡന്റിഫൈഡ് ആസ് ദ സിറ്റാഡൽ ആൻഡ് ദ അതർ ആസ് ദ ലോവർ ടൗൺ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അത് കാണിച്ചു തന്നു. അത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ മോസ്റ്റ് ഓഫ് ദ സിവിലൈസേഷൻ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സൈറ്റ്സിലും കാണുന്ന ഒരു യുണീക്ക് ഫീച്ചറാണ് അവരുടെ സൊസൈറ്റി അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു അപ്പർ പാർട്ടായിട്ടുള്ള സിറ്റാഡലും ഒരു ലോവർ പാർട്ടായിട്ടുള്ള ലോവർ ടൗണും അവിടെ ഉണ്ടായിരിക്കും. ഈ അപ്പർ സിറ്റാഡലിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം എന്ത് വരുന്നത്? റിച്വൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പബ്ലിക് ബിൽഡിങ്സ്, ഇതെല്ലാം കാണുന്നത് ഈ പറയുന്ന സിറ്റാഡലിലായിരിക്കും. സാധാ ജനങ്ങളുടെ സെറ്റിൽമെന്റ് ഏരിയ ആണ് ഈ പറയുന്ന ലോവർ ടൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ സെറ്റിൽമെന്റ് എന്നുള്ള രൂപത്തിൽ ഒന്ന് ഓർത്ത് വെക്കാം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഹൻജദാരോയിലാണ് ഈ പറയുന്ന ഗ്രേറ്റ് ഗ്രാനറി അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത് ഇത് രണ്ടും നമ്മൾ കാണുന്നത്. സോ ഇത് മോഹൻജദാരോയിലെ ആ ഒരു ഗ്രേറ്റ് ബാത്ത് ആണ്. ഓക്കെ, ഗ്രേറ്റ് ബാത്ത് ഇൻ മോഹൻജദാരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കുളം. ഇത് രണ്ട് പർപ്പസ് ആയിരുന്നു ആളുകൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ഒന്ന് ചിലപ്പം റിലീജിയസ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ കുംഭമേള, അതായത് പൊതുവായിട്ടുള്ള ഒരു നദീതടത്തിൽ വന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മുങ്ങുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു റിച്വൽ അല്ലെങ്കിൽ ഒരു റിലീജിയന്റെ ഭാഗമായിട്ടായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു വാട്ടർ കൺസർവേഷൻ മെത്തേഡും ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ ഒരു വലിയ കുളം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു വാട്ടർ കൺസർവേഷൻ മെത്തേഡ് ആയിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തതായിരിക്കാം. സോ എങ്ങനെയായി കഴിഞ്ഞാലും ഇതൊരു വലിയ കൺസ്ട്രക്ഷൻ തന്നെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഇതേപോലെ ഡിഫറെന്റ് ഗ്രാനറീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഓരോന്നും ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അത് നിലത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കട്ടകൾ വെച്ച് ഉയർത്തിയിട്ടുള്ള രൂപത്തിലായിരുന്നു. ഓക്കെ, ഇതൊക്കെ അതിലേക്ക് നശിച്ചു പോയതാണ്. അതിന്റെ ഇപ്പോഴത്തെ നമ്മുടെ അവശിഷ്ടം എന്നുള്ള രൂപത്തിലുള്ള ഇമേജസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ ഗ്രാനറീസ് എന്തുണ്ടായിരുന്നു അവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇറ്റ്സ് ലൈക്ക് എ ഗ്രേറ്റ് ഗ്രാനറി, വലിയ ഗ്രാനറിയാണ്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഫീച്ചറാണ്? മോഹൻജദാരോയുടെ ഫീച്ചർ തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബ്രോൺസ് വുമൺ സ്റ്റാച്യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡാൻസിങ് ഗേൾ എന്നൊക്കെ നമുക്ക് പറയാം, ഒരു ബ്രോൺസ് സ്റ്റാച്യു എന്ന് പറയുന്നത്. സോ ഈ ഒരു വുമന്റെ ലൈക്ക് ആ ഒരു നിൽപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു ലൈന്, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ലൈന്, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ലൈന്. അപ്പൊ ലൈക്ക് 1 2 3 മൂന്ന് അല്ലെ, ലൈക്ക് ത്രിഭംഗ എന്ന് നമ്മൾ ഇതിനെ പറയും. ഇത്തരത്തില് ഒരു ലൈക്ക് ഒരു ബെൻഡിങ് പൊസിഷനിലാണ് ഈ ഒരു വുമൺ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. സോ ഈ ഒരു ബ്രോൺ സ്റ്റാച്യു ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നതും എവിടുന്ന് തന്നെയാണ്? മോഹൻജദാരോ തന്നെയാണ് ഈ ഒരു ഡാൻസിങ് ഗേളിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കാരണം ഷീ ഈസ് ലൈക്ക് വെയറിങ് സം കൈൻഡ്സ് ഓഫ് ഓർണമെന്റ്സ്. ആ ഓർണമെന്റ്സിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു നെക്ലേസ് കാണാം. സെയിം നെക്ലേസ് മദർ ഗോഡസിന്റെ കഴുത്തിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ദിസ് ഈസ് ദി മദർ ഗോഡസ്. ഓക്കെ, സോ മദർ ഗോഡസിന്റെ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെയിം ആയിട്ടുള്ള ഓർണമെന്റ്സ് കാണാം. ഇതേപോലത്തെ സെയിം ഓർണമെന്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓർണമെന്റ്സ് വർ പാർട്ട് ഓഫ് ദി സൊസൈറ്റി ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഇത് കണ്ടില്ല, മുട്ടിന് മുകളിലായിട്ട് ഇതേപോലത്തെ സെയിം ഓർണമെന്റ്സ് അവിടെ നിങ്ങൾക്ക് കാണാം. ദെൻ അടുത്തൊരു കൺസെപ്റ്റ് ആണ് പശുപതി സീൽ എന്ന് പറയുന്നത്. ഈ ഒരു പശുപതി സീൽ വളരെ സീരിയസ് ആയിട്ട് ലൈക്ക് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഫേസ് ഉണ്ട്, ഇവിടെ ഒരു ഫേസ് ഉണ്ട്, പിന്നെ നമ്മളെ ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് ഇവിടെ ഒരു ഫേസ് ഉണ്ട്. അപ്പം പശുപതി ഫേസിന് എത്ര ആക്ച്വൽ ഫേസ് ഉണ്ട്? 3 ഫേസസ് ഉണ്ട്. ഓക്കെ, 3 ഫേസസ് ഉണ്ട് പശുപതി സൈഡിന്. അതുപോലെ ഒരു ഹോൺ ഉണ്ട് അല്ലെ, ഹോൺസ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഹോൺഡ് ആയിട്ട് 3 ഫേസ് ആയിട്ടാണ് എന്ത് വരുന്നത്? പശുപതി സീൽ വരുന്നത്. ഇതിങ്ങനെ ബ്രോക്കൺ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഒരു ഹാഫ് അതേപോലെ ഇപ്പുറത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ല, ഒരു യോഗിക് പോസ്ചർ, കാലൊക്കെ മടക്കി വെച്ചിട്ട് ഒരു ഉയർന്ന പീഠത്തിൽ ഇരിക്കുന്ന പോലെ, ഒരു യോഗി ഇരിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പശുപതിയെ ഡെപ്പിക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ ഡെപ്പിക്ട് ചെയ്തിട്ടുള്ള ആനിമൽസിനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ലൈക്ക് 2 കൊമ്പുള്ള ഒരു പോത്ത്, ഒരു ബഫലോ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ബഫലോ ലൈക്ക് വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീലിൽ അത്രയും ചെറിയ സ്പേസിൽ എന്നാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ. അപ്പം ദിസ് ഷോസ് ദി ആർട്ടിസ്റ്റിക് സ്കിൽ. ദെൻ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഒരു റൈനോസറസ് വരുന്നുണ്ട്, ഒരു ഒറ്റക്കൊമ്പുള്ള ഒരു റൈനോസറസ് വരുന്നുണ്ട്. ദെൻ ഒരു എലഫന്റ് വരുന്നുണ്ട്, ദെൻ ഒരു ടൈഗർ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ആനിമൽസിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ലൈക്ക് ഡിയർ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇനി അത് മാത്രമല്ല, ഇവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, എന്തൊക്കെയോ കുറെ സിമ്പിൾസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു മീന് പോലെ എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഒരു 2 തലയുള്ള പാമ്പ് പോലെ ഒരു കാര്യം കാണാം. അപ്പൊ ഒരു മീന് പോലുള്ളത് ചിലപ്പോൾ ഇതിനെ മീനിനെ തന്നെ അല്ലെങ്കിൽ ഫിഷിനെ തന്നെ ആയിരിക്കും സിംബലൈസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പിക്ടോഗ്രഫിക് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്.
പിക്ടോഗ്രഫിക് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ ആണ്, ഇമേജസ് ആണ്. സോ പിക്ടോഗ്രഫിക് റൈറ്റിംഗ്സ് ആണ് ഈ പറയുന്ന മോഹൻജദാരോയിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മോഹൻജദാരോയെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട്